മന്ത്രിച്ചിട്ട് കാര്യമൊന്നുമില്ല. പൈസ 2 കഴിഞ്ഞല്ല. നീ എന്താ ഇത് ഒരു അയ്യപ്പന്റെ പണം മടക്കി കൊടുക്കാത്തത്? അതിന് ഞാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് എന്താ കാര്യം? കാശിന് കാശ് തന്നെ വേണ്ടേ? നിന്നെ വിശ്വസിച്ച് ഭാര്യന്റെ കെട്ടുകാലം വരെ വിറ്റിട്ട് നിൽക്കുന്നവനാണ് ഈ മനുഷ്യൻ. നീ പറഞ്ഞ ബിസൈന്റെ കാര്യം കേട്ടപ്പോ ഉണ്ടായിരുന്ന ഒരു നല്ല ജോലി കൂടി വേണ്ടെന്ന് വെച്ച് നാളെ വൈകുന്നേരത്തിനകം അയ്യപ്പന്റെ പണം മുഴുവൻ കൊടുത്തു തീർക്കണം. ഇല്ലെങ്കിൽ ചോദിക്കാൻ വരുന്നത് നമ്മളായിരിക്കും. ഞാൻ പറയാം. താൻ പേടിച്ചോ. നാളെ വൈകിട്ട് താൻ ഇങ്ങോട്ട് പോരും. സിദ്ധിക്കുന്നത് എന്റെ കാശ് എത്തിക്കും. ഇതേ മൂപ്പിനോട് കളിച്ചാൽ കളി പഠിക്കുന്നവരെ അറിയാം. തന്റെ മുതലാളില്ലേ ആ മൂപ്പൻ, അയാളോട് പറഞ്ഞേക്ക് ഒരു ആന സ്വന്തമായിട്ടെന്ന് വെച്ച് എന്ത് തോന്നിയ ദിവസം കാണിക്കാൻ പറ്റില്ലെന്ന്. എന്താണെന്ന്? എന്താണെന്നോ? അയാളുടെ ആന അമ്പലത്തിന്റെ മണ്ണിടിച്ച് തകർത്തിരിക്കുന്നു. ആഹാ, അതാണോ? തനിക്ക് നിസ്സാരം, എനിക്ക് ജനങ്ങളുടെ മുമ്പിൽ കണക്ക് പറയേണ്ടതാ. എന്തായാലും മൂപ്പൻ ആനയോട് പറഞ്ഞു ജയിക്കുന്നില്ലല്ലോ. താനല്ലെങ്കിലും അയാളുടെ സൈഡല്ലേ. വെറുതെ അല്ല തന്നെ ജനാഭിഷണായിരുന്നു വിളിക്കുന്നത്. അതുകൊണ്ട് ഒരു മോശം എനിക്ക് തോന്നുന്നില്ല. നേന്നുണ്ടെന്നൊരു ഒരു പേര്, അത് ഞാൻ പറയണോ? അമ്പലം വിഴുങ്ങിയതല്ലേ? എന്നാലും താൻ അബദ്ധം പറയണ്ട കേട്ടോ. വെച്ചപ്പാടേ, ഈ തൂലൊക്കെ വേലും പൂരം തുടങ്ങിയിട്ട് പോരെ. മര്യാദയ്ക്ക് അയാളുടെ മതിൽ പണിതാൻ പറഞ്ഞു, അതാ നല്ലത്. ആ മറക്കണ്ട. മറക്കില്ല. എവയ്ക്കോ വിത്തോ ചിലപ്പോ. മതിലുപണി 1000 രൂപ കള്ളക്കണക്ക് എഴുതാൻ ചാൻസ് ആയി. മോളെ സൂറാവേ, ഇതിനെ എഴുതിയതല്ലാതെ വേറെ വല്ലതും മേടിക്കാനില്ല. മറന്നു പോയിട്ടുണ്ടാവില്ലതും. ഉണ്ട് പാപ്പാ, ദാ വരണ. എഴുതി കൊണ്ടുവാ. ദാ പാപ്പാ, ഇതും കൂടി വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ അന്നത്തെ പോലെ ബാപ്പ മറക്കും. ഇതെന്താ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്? ഇംഗ്ലീഷ് വരുന്ന ബാപ്പ ഇത് കടയിൽ കൊടുത്തേക്ക്, അവര് തരും. എന്തായാലും ബാപ്പോടി ഒന്ന് അറിയട്ടെ, നല്ല നോക്കി മേടിക്കല്ല. അത് പുതിയ തരം പൗഡറാ. എന്റെ പുന്നാരം മുത്ത പൂവമ്പഴത്തിന്റെ ചേരിക്കിരിക്കണ അന്റെ ഈ മുഖത്തിന് എന്തിനാ പിന്നെ ഒരു പൗഡറും പത്രാസും? അനക്കിനി ബാപ്പ മേടിക്കാൻ പോണത് ഒരു നല്ല പുയ്യാപ്പിളേനാണ്. പാപ്പാ. ആ എന്താണ് ബാപ്പയും മോളും കൂടി? ഒന്നും പറയണ്ട എന്റെ ചെറിയാമ്പൂരിയെ. എന്റെ മോള് ഭയങ്കര ഭാഷക്കാരിയാണ്. എന്തെങ്കിലും ഒരു കൽബിൽ വിചാരിച്ചു കഴിഞ്ഞാ അത് നടക്കണ വരേക്കും പടശം വന്ന് പറഞ്ഞാലും കയറിയിരിക്കുന്നു. ഇരിക്കാൻ നേരില്ല. ഞാൻ വന്നത് ഇത് തിരിച്ചേരാനാ. നിങ്ങളോട് നമ്മൾ പൈസ ചോദിച്ചാ? ചോദിച്ചോന്ന്? ഇല്ല. ഇപ്പൊ നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ വെച്ചോളിന്ന് മോളെ ചാക്കിന് പിടിച്ച. നിങ്ങൾക്കൊരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോ നമ്മൾ പലിശ അടക്കം മേടിച്ചോളാന്ന്. ഇതേ മോളെ ചെറിയാമ്പൂരിക്കൊരു ചായ കൊടു. ചായക്ക് പാലില്ലാന്ന് വന്നിന്. ഒരു കാര്യം ചെയ്യും മോളെ, സുലൈമാനി കൊടുക്ക്. എന്തേ മോനെ യൂസുഫേ, ബാപ്പ ചന്തയിൽ പോയിട്ടാ പുറത്തൊന്നും ഇറങ്ങി അടക്കരുതട്ടാ. മറ്റേ സുഹ്ര ഭാഗ്യവതിയാണ്. അതെന്താണ്? ഇത്രയും നല്ലൊരു ബാപ്പയുടെ മോളായിട്ട് ജനിച്ചത് തന്നെ ഭാഗ്യം വെച്ചോളൂ. അങ്ങനെ തോന്നിയത് ബാപ്പ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് തിരിച്ചു മേടിക്കാത്തോണ്ടല്ലേ? ഓടി അവിടുന്ന് അടിവെച്ചതുണ്ടല്ലോ. എന്താ അവിടെ? ഒന്നുമില്ലേ? അവിടെ ഒരു ആട് നിൽക്കുന്നുണ്ട്. അത് ഏതാടാണെന്നറിയോ? അതാണ് സുഹറയുടെ ആട്. എന്നിട്ട് അവളവിടെ? അവളിപ്പോ വരും ആടിനഴിക്കാൻ. ഇപ്പൊ സമയത്രടാ? 5 മണി കഴിഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരൂ. ആരാ അത്? സാധിയോ? മോളെ സാവിത്രി, ആരാ വന്നിരിക്കുന്നു നോക്കൂ.
കൊണ്ടുവരാ. എവിടെയാ വെച്ചിരിക്കുന്നത്? ആ പാത്രത്തിൽ മൂടി വെച്ചിരിക്കണോ? കാണാറില്ലല്ലോ കുറെ കാലമായിട്ട്. ഓരോ തിരക്കുകളല്ലേ, വീട്ടിലെ പണിയും പിന്നെ സ്കൂളിലെ ജോലിയും അല്ലേ. സ്കൂളിൽ കാര്യമായ പണിയൊന്നുമില്ല. കുറച്ചു കുട്ടികളെ പാട്ട് പഠിപ്പിക്കണം. സംഗീതം കുട്ടിക്ക് പണ്ടേ ഇഷ്ടമുള്ളതാണല്ലോ. പക്ഷെ അത് ജോലിയായപ്പോ രസമില്ലാതായി. ഏതായാലും ഒന്ന് വന്നത് നന്നായി. ഞാൻ ഓർക്കുക, അച്ഛൻ ഇവിടെ കാര്യസ്ഥനായിരുന്ന കാലം. അന്ന് കുട്ടി ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. തമ്പുരാട്ടിയുടെ പാട്ട് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആ കാലമൊക്കെ പോയി എന്റെ കുട്ടിയെ. ആനന്ദ ഹേമന്ത സന്ധ്യകളെ എന്ന് തുടങ്ങുന്ന ആ ഗാനം എത്ര കേട്ടാലും മതിയില്ല. ഇപ്പോഴും അത് കേൾക്കാൻ കൊതിയാവുന്നു. നാക്ക് ശരിക്കും വഴങ്ങാതായിട്ട് എത്ര കാലമായിരുന്നു. കേൾക്കാൻ കൊതി ഇപ്പൊ എനിക്ക് അച്ചോളൂ. കുട്ടിക്കൊന്ന് പാടിക്കൂടെ? ഒന്ന് പാടുകൂട്ടി. ഈ മരുന്നിരിക്കുന്ന മരുന്നേക്കാൾ എത്ര ആശ്വാസം തരുമെന്ന് നിശ്ചയുണ്ടോ? വരിയൊക്കെ എപ്പോഴും ഓർമ്മയുണ്ടോന്നറിയില്ല. അതൊക്കെ നിശ്ചയുണ്ടാവും. ഒരിക്കൽ പാടി മറന്നറിഞ്ഞല്ലേ. തുടങ്ങി വേണ്ടു, ഒഴുകി വരും പോലെ വരും. സുഹറയാണോ? അകത്തേക്ക് വന്നോളൂ കുട്ടിയെ. നിന്നെ ഇപ്പോഴൊന്നും ഇങ്ങോട്ട് കാണില്ലല്ലോ. കാലം മാറിയില്ലേ, പ്രായവും ഇല്ലേ. ഇക്കക്കയുടെ അടുത്ത് എപ്പോഴും ഒരാൾ വേണ്ടേ, അതുകൊണ്ടാ. പാവം കുട്ടി, അവന് പെണ്ണുണ്ട്. ഇടയ്ക്ക് ഒരു കുറവുണ്ടാവും. ഇടയ്ക്ക് ഇവിടുത്തെ പോലെ തന്നെ അല്ലേ? ആരാണ് അവിടെ? ഇതെന്താ മാപ്പിള പെണ്ണുങ്ങള് നമ്പൂരിയില്ലത്ത്? നമ്പൂരിമാര് മാപ്പിളക്കുടിന്ന് മാറാണ്ടിരുന്ന എന്ത് ചെയ്യും? സുഹറയുടെ ചെറുപ്പത്തിലെ തന്റെ ഇടം പ്രസരിപ്പും ഒന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല കേട്ടോ. കാന്താരിമുളക് വലുതാൻ തോറും എരിവ് കൂടുന്നല്ലേ? ആ, അമ്മ മരുന്ന് കഴിച്ചോ? ഇല്ല, സാവിത്രി വന്നിട്ട് കഴിക്കാം. സാവിത്രി എവിടെ? കണ്ടില്ലല്ലോ. കുളിക്കാൻ പോയിരിക്ക. സുഹറ വേണ്ടട്ടോ. സദ്യ തന്നേൽ ബാക്കിയുള്ളത്. ഒഴിഞ്ഞ പോക്കറ്റിൽ നടക്കാൻ നല്ല രസമുണ്ടല്ലേ? ഒഴിഞ്ഞ മനസ്സും. സലീം ബാംഗ്ലൂർക്ക് പോവായോ? ഞാൻ വീട്ടിൽ പോയിരുന്നു. ഇന്ന് എന്തായി? സലീമിനെന്താ? അവിടെയും വഴിക്കിട്ട് വന്നിരിക്കുക സുഹൃത്ത്. എന്തിന്? ഇന്റർവ്യൂവിന് വന്ന ഒരു പെൺകുട്ടിയെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അപമാനിച്ചത്രേ. റിട്ടൺ ടെസ്റ്റിൽ ടോപ്പിലായിരുന്നു. ഹോപ്പ് ഉണ്ടായിരുന്നതാ. സലീം എന്താ ഒന്നും പറയാത്തത്? പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമ്പൾസ്, അതുകൊണ്ട് ചെയ്തു പോകുന്ന പ്രവൃത്തി. തെറ്റും ശരിയും നിശ്ചയിക്കാൻ കഴിയില്ല. പിന്നെ ശ്രമിച്ചാൽ എനിക്കൊരു എഞ്ചിനീയർ ആകാം, പക്ഷേ ഒരിക്കലും ഒരു നാരായണാൻ കഴിയില്ല. ശരി, എന്നാ വരട്ടെ. കഴിഞ്ഞോട് നേരെ എനിക്ക് ഗ്രാഫ് കൂടെ വരയ്ക്കണത്രേ. എല്ലാം കഴിഞ്ഞ് അവർക്ക് എന്താ വേണമെന്ന് വെച്ചാൽ കൊടുത്ത് താൻ മില്ലിലോട്ട് വാ. നമ്മൾ അവിടെ ഉണ്ടാവും. അവനെ രണ്ടു നാളൂ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിയിലേറ്റി നടത്തുന്നതും ഭവാൻ. അത് പണ്ടല്ലായിരുന്നോട് വെളിച്ചപ്പാട്. ഇപ്പൊ വണ്ടിയിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന വെളിച്ചപ്പാടെ മിക്കവിടെ തന്റെ സംസ്കൃതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. 2-4 ദിനം കൊണ്ടൊന്നല്ല, 10-24 വർഷങ്ങൾ കൊണ്ടൊന്ന് പാട്. തന്നെ പോലെ മനുഷ്യനെ പറ്റിക്കാൻ പിത്തക്കോളുള്ള ശരീരവും പിറപ്പിച്ച് തുള്ളിയും തെറിപ്പാട്ട് പാടിയും ഇക്കബന്ധ കളിച്ചിട്ടല്ല നമ്മൾ ഈ നിലയിലെത്തിയത്. എല്ലും മുറിയെ പണിയെടുത്തിട്ടാണ്.
രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ കാട്ടിലും കൂപ്പിലും ചെന്ന് അധ്വാനിച്ചിട്ട്. പിന്നെ മേനോച്ച, നിങ്ങൾക്ക് ബുദ്ധിയും ബോധവും ലേശം കുറവാണെന്ന് നമ്മൾ സമ്മതിച്ചിരിക്കുന്നു. പക്ഷെങ്കിലേ ഈ വിവരമില്ലാത്ത വെളിച്ചപ്പാട് പറഞ്ഞിട്ട് നിങ്ങൾ ചിരിക്കരുത്. ഈ കൈ കണ്ട, ഈ തയമ്പ് ഒരുപാട് കാലം തടി പിടിച്ചുണ്ടായതാണ്, അല്ലാതെ നേർച്ചപ്പെട്ടിലെ കൈയിട്ട് മാറിയതല്ല. ഈ കൈ കൊണ്ട് തടി പിടിക്കാൻ മാത്രമല്ല, വേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിനുള്ള ഹർക്കത്ത് ഞമ്മക്കുണ്ട്. പക്ഷെങ്കിൽ ഇപ്പൊ നമ്മളത് ചെയ്യണില്ല. ഓർത്തോളി. അതൊക്കെ നമ്മളൊരു സാധനം കൊണ്ടുവന്നുണ്ട്. എന്താ? വേറെ കിട്ടില്ല, ഫോണിന്ന് കൊണ്ടുവന്നതാ. ജന്നാത്തുൽ ഫിർദൗസ് എന്ന് കേട്ടിട്ടില്ലേ? ജന്നാത്തുൽ ഫിർദൗസ് ഒന്നാം തരം അത്ര. പിന്നെ തലേ തേക്കാനതാ. ഈ ഒരു കാര്യം ഡൗട്ട് കൊണ്ടുവച്ചിട്ട് എവിടെ വേണമെങ്കിലും എന്തായാലും കൊണ്ടുപോയില്ലേ? മൊയ്യാലിക്ക് കപ്പ വേണാ? ആ വേണം, അതുകൊണ്ടാ അതെ ഒരു കപ്പ ഈ മൊയ്യാലി വാങ്ങിച്ചോണ്ടേ കപ്പ. പോടാ സുറ, ഞാൻ എന്നെ കുറിച്ച് എന്നെ അങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എനിക്ക് മമ്മൂട്ടിയുടെ ശല്യം വല്ലാണ്ട് അറിയാറായിട്ടുണ്ടല്ലേ. തണ്ടും തടി ഉണ്ടായിട്ടുണ്ട് കാര്യം, ബുദ്ധി വേണ്ടേ? പിന്നെ നോക്ക്, വയസ്സല്ല കാര്യം, ഹക്കല് വേണം, ബുദ്ധി, കൽബിലും മുഹബത്തും. എന്തിനാ മമ്മൂട്ടിക്കാനെ പറ്റി ഇപ്പൊ പറയണത്? പറയണ്ടാന്നോ? ഞാൻ എവിടെ വേണമെങ്കിലും വിളിച്ചു പറയും, ഏത് കോടതിയിലും പറയും. ഇനി സുപ്രീം കോടതി അല്ല, അതിനും വല്ല മുനിസിപ്പൽ കോടതിയിൽ വരെ ഞാൻ സാക്ഷി പറയും. സാക്ഷി പറയുന്നത് ഏറ്റവും വലിയ കുറ്റം. You know, it's a great crime. They deserve capital punishment at any cost. Yes, അന്നെ കോട അമ്മേ, ദാ സലീമയ്ക്ക് ആമനെ വന്നേക്കണോ? നാളെയാണോ അവിടെ സാവിത്രി? ഡ്യൂട്ടികളിൽ പോയിരിക്കുക. അമ്മയോ? അകത്തുണ്ട്. നമുക്ക് താഴെ പിന്നെ പോവാം സാവിത്രി. എന്തേ? ആ മാവ് മുറിച്ചു വിറ്റു ആമന. എന്താ ചെയ്യാ, ഒക്കെ ഒരു കൂട്ടം യോഗം, അല്ലാതെ എന്താ പറയാ. നാരായണന്റെ കാര്യം ഓർക്കുമ്പോഴ എത്ര കാലായി എന്റെ ഉള്ളിൽ നിന്ന് നടക്കുന്നു. ഇന്റർവ്യൂ ചെലവ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അല്പം വൈകിയാണെങ്കിലും നാരായണ ജോലി കിട്ടാതിരിക്കില്ല. ആവോ, ആർക്കറിയാം. എന്നും ഇരുട്ടാണെന്ന് കരുതരുത്. നാരായണനേക്കാൾ 2 വയസ്സേ കുറവുള്ളൂ. എനിക്കും ജോലിയൊന്നും ആയിട്ടില്ലല്ലോ. പക്ഷേ സലിമിനെ പോലെ അല്ലല്ലോ നാരായണന്റെ സ്ഥിതി. ഇതേപോലെ തന്നെ പോയി മോളെ കാറി കയറിക്കോ. സമാനായി. ഇതല്ലാതെ ഒന്നും തരാൻ എന്റെ കയ്യിലില്ലാട്ടോ. നല്ലോണം അലങ്കരിക്കുന്നുണ്ടല്ലേ? ആ ശൊങ്കത്തിയുള്ള രണ്ടുപേരും കൂടെ ആണല്ലേ വരവ്. ആമിനെ കാണാൻ വന്നതാ. ശരി, ഇല്ല പൊക്കോ. വാ. അപ്പേ ഇങ്ങക്ക് രണ്ടാൾക്കും വേണ്ട ഇതൊന്നും. എന്താ നേരെ ഇങ്ങക്ക് ചെയ്താലിക്കായ്ക്കും പെൺകുട്ടികളെ കെട്ടിച്ചു വിടണമെന്നൊരു വിചാരമില്ലേ? പറ്റിയൊരു ആലോചന വന്നാ പിന്നെ താമസിക്കണമെന്നില്ല. പറ്റിയൊരാലോചന വരട്ടെ കേട്ടാ. പിന്നെ ഉടനെ ഒന്നും വേണ്ടെന്നാ ഇവരും പറയണത്. അത് പിന്നെ അങ്ങനെയല്ലേ, എന്നെ കെട്ടിച്ചു വിടാച്ചാന്ന് ഏതെങ്കിലും പെൺകുട്ടികൾ പറയോ? സമയം അറിഞ്ഞ് വേണ്ടുന്നത് കാരണവന്മാർ ചെയ്യണം. ഇറച്ചിക്കറിയും പെങ്കിടങ്ങളും ഒരുപോലെ നായരെ, ചൂടറിയാൽ ആവശ്യക്കാര് കുറയും. അപ്പൊ കാണിച്ചു തരാം. നിക്കാ ഏതാടിറക്കണ കത്തിയാണാവോ പടച്ചോ ഞമ്മക്ക് വെച്ചിരിക്കുന്നത്. ആരാണ് ബാധ ഉണ്ടാക്കുന്നത്? ഓ നീയോ?
പെണ്ണ് ഇത്രയും വലുതായിട്ടും കുറുമ്പും കുസറിയത് മാറിയിട്ടില്ല അല്ലേ? ബാപ്പയുടെ പുന്നാര മോളല്ലേ? പുന്നാരം കൂടി എങ്ങനെ ഇരിക്കും? ആ കൊണ്ടുവാ ബുദ്ധൂസേ. കലാരം അമീന ഇതിന്ന് ഒരെണ്ണം ഞാൻ എടുത്തോട്ടെ. എന്തിനാ ഒരെണ്ണാക്കളെ? എല്ലാം നീ